നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിൽ. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ. മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. പെട്രോളിനും ഡീസലിനും ഗാർഹിക LPG സിലിണ്ടറിനും വില ഉയരുമെന്ന് സൂചന. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ വർദ്ധിച്ചേക്കും. LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്ന സൂചന. വാർത്തകൾ വിശദമായി. ചങ്കിടിപ്പോടെ ഉറ്റുനോക്കുന്ന ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ജില്ലയിൽ വോട്ടെണ്ണലിനും ഫലപ്രഖ്യാപനത്തിനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒബ്സർവർ, സ്ഥാനാർത്ഥികൾ, അവരുടെ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച രാവിലെ 7-ന് സ്ട്രോങ് റൂം തുറക്കും. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:15 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഓരോ ടേബിളിൽ നിന്നും മെഷീൻ, പോസ്റ്റൽ വോട്ട് എന്നിവ എണ്ണിയതിന്റെ സ്ലിപ്പ് ബന്ധപ്പെട്ട കൌണ്ടിംഗ് ഏജന്റുമാരിൽ നിന്നും ഒപ്പുവാങ്ങിയ ശേഷം കൌണ്ടിംഗ് സൂപ്പർവൈസർ ഒപ്പ് രേഖപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറുടെ ഡയസിലെത്തിക്കും. റിട്ടേണിംഗ് ഓഫീസർ ഒപ്പിട്ട ശേഷം ടാബുലേഷൻ ടീമിന് കൈമാറും. ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഫലം അപ്ഡേറ്റ് ചെയ്യും. കൌണ്ടിംഗ് ഹാളിലെ എല്ലാ നടപടികളും വീഡിയോയിൽ ചിത്രീകരിക്കും. ഹാളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ല. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് സമീപം സജ്ജീകരിക്കുന്ന മീഡിയ സെന്ററിൽ ഫലം തത്സമയം ലഭിക്കും. അതേസമയം എക്സിറ്റ് പോൾ പ്രവചനങ്ങളുടെ വിശകലനങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ ജനവിധി അറിയാനുള്ള കാത്തിരിപ്പിലാണ് ജില്ലയിലെ മുന്നണി കേന്ദ്രങ്ങൾ. കഴിഞ്ഞ 2 തവണയും LDFന്റെ സമഗ്ര ആധിപത്യമായിരുന്നു. അതിന് വിരാമമിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ജില്ലയിൽ UDFനെ കാത്തിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ മാറ്റ് കുറഞ്ഞിട്ടില്ലെന്ന് തെളിയിക്കുന്ന പ്രകടനം NDA BJP ക്യാമ്പിനും അനിവാര്യം. എന്തായാലും കാത്തിരിക്കാം, ആര് വീഴും ആര് വാഴുമെന്നറിയാൻ. ന്യൂസ് ഡെസ്ക് TCV. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ. മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3:30-നാണ് സംഭവം. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് സമീപം ഐനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ കൌൺസിലറുമായ സ്മൃതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. കിടപ്പുമുറിയിലെ മേൽക്കൂര മിന്നലിൽ പൊട്ടിപ്പിളർന്നു. സിമന്റ് കഷ്ണങ്ങൾ ദേഹത്തേക്ക് പതിച്ചതോടെ ഇവർ പുറത്തേക്കോടി. പരിക്കേറ്റ 3 പേരെയും അയൽവാസികൾ ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മനോജിന്റെ കൈക്കും ദേഹത്തും പരിക്കുണ്ട്. മകൾ ധ്വനിയുടെ തലയ്ക്കാണ് പരിക്ക്. സ്മൃതിയുടെ കൈക്കും വയറിനും പരിക്കേറ്റു. വീട്ടിലെ വൈദ്യുതി മീറ്ററിന്റെ ബോർഡ് പൊട്ടിത്തെറിച്ചു. വാട്ടർ ടാങ്കിലേക്ക് പോയിരുന്ന പൈപ്പുകളും പൊട്ടി. വീടിന്റെ മുകളിലെ വാർപ്പിൽ കുഴി രൂപപ്പെട്ടു. ഇവിടെ ഇരുമ്പുകോണി ചാരി വെച്ചിരുന്ന ഭാഗം പൊട്ടിത്തെറിച്ച് തൊട്ടടുത്ത വീടിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ ഇടിമിന്നലിനെ തുടർന്ന് ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. കഴുത്താക്കല്ലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന കായലോരം എന്ന റെസ്റ്റോറന്റാണ് കത്തിനശിച്ചത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ നിന്നും സ്പാർക്ക് അടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. പുലർച്ചെ 5 മണിക്കാണ് വിളിച്ച് പറയണത്. പിന്നെ ഇത് ഈ പോസ്റ്റില്ല, ഇതൊക്കെ നമുക്ക് കെട്ടാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഈ ലൈൻ കമ്പിയൊക്കെ അത് കൂട്ടിമുട്ടാണ്ടിരിക്കാനൊക്കെ കെട്ടാണ്ടിരിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ കാറ്റ് വരുമ്പോൾ ആടുമ്പോൾ സ്വാഭാവികമായിട്ട് സ്പാർക്ക് വരും. പിന്നെ അവിടെ നിന്നാണ് ആ ലൈനിൽ നിന്ന് പോസ്റ്റിൽ നിന്നാണ് സ്പാർക്ക് വന്നത്. അവിടെ ഒന്നും ഈ കണക്ഷൻ ഇട്ടിട്ടില്ല. അവർക്ക് ഇവിടെ ഇങ്ങനെ കൂട്ടിമുട്ടിക്കാനുള്ള ജോയിൻ്റ് ഇട്ടിട്ടില്ല. അവിടെ നിന്ന് വന്നിട്ട് ഫ്രണ്ട് സൈഡാണ് കത്തിയിട്ടുള്ളത്. പിന്നെ ഇത് കിട്ടുമ്പോൾ നമുക്ക് തരിശായിട്ടാണ് കിട്ടിയത്. അത് നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയതാണ്. 10-25 ലക്ഷം റുപ്യ അടുത്തായിട്ടുണ്ട്. ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് മണ്ണടിച്ച് തൂർത്ത് അതുപോലത്തെ ഒരു സ്ഥലമില്ല. പൊട്ടിത്തെറിയുടെ വലിയ ശബ്ദം കേട്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് റെസ്റ്റോറന്റ് കത്തുന്നതായി കണ്ടത്. റെസ്റ്റോറന്റിന്റെ മുകൾ ഭാഗം ഓല കൊണ്ട് മേഞ്ഞതായിരുന്നു. അപകടത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടത്തിന്റെ ജനൽ ചില്ലുകളും തകർന്നു. ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതും സമീപത്ത് കാണാം. ഗുരുവായൂരിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഏകദേശം 25 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി റെസ്റ്റോറന്റ് നടത്തിപ്പുകാർ പറഞ്ഞു. TCV ന്യൂസ്, ചാവക്കാട്.
സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഴ സാഹചര്യം കണക്കിലെടുത്ത് തൃശൂർ ഉൾപ്പെടെ വിവിധ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂരിന് പുറമെ ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2:30 തൃശൂർ റോഡിലാണ് അപകടമുണ്ടായത്. ബസ്സുകളിലുണ്ടായിരുന്ന 15ഓളം പേർക്കാണ് പരിക്കേറ്റത്. പട്ടാമ്പി ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബസ്സും തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന മറ്റൊരു ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ഭാഗത്തു നിന്നും വന്ന ബസ് ഒനീറോ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ നിന്ന് വന്ന ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. പരിക്കേറ്റ 15 പേരെയും ഉടൻ തന്നെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. എതിർദിശയിൽ നിന്നും വന്ന കാറിൽ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിച്ചു മാറ്റിയപ്പോൾ നിയന്ത്രണം വിട്ട് സമീപത്തെ അഗ്രോ നഴ്സറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മറ്റൊരു കാറിലും ആംബുലൻസ് ഇടിച്ചു. രോഗിയെ മറ്റൊരു വാഹനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കുമെന്ന് റിപ്പോർട്ടുകൾ. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 4 മുതൽ 5 രൂപ വരെ കൂടിയേക്കും. LPG ഗാർഹിക സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വില വർദ്ധിക്കുമെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് വില വർധനവിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ എണ്ണ വിപണന കമ്പനികൾ ശക്തമായ സമ്മർദ്ദമാണ് കേന്ദ്ര സർക്കാരിൽ ചെലുത്തുന്നത്. വാണിജ്യ സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ പെട്രോൾ, ഡീസൽ വിലയും കൂടുമെന്ന സൂചനകൾ സംസ്ഥാനത്തെ ഹോട്ടൽ, കാറ്ററിംഗ് മേഖലകളെ ആശങ്കയിലാഴ്ത്തുന്നു. ലക്ഷക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാണ് രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ വൻ വർധനവ് വന്നത് കാറ്ററിംഗ് മേഖലയ്ക്ക് ഇരുട്ടടിയായി. പല ഓർഡറുകളും മാസങ്ങൾക്ക് മുൻപേ ലഭിച്ചതാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന വിലവർദ്ധനവിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്ലേറ്റിന് 50 രൂപ മുതൽ 60 രൂപ വരെ കൂട്ടേണ്ടി വരും. എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവരോട് ഇക്കാര്യം പറയാൻ കഴിയില്ലെന്ന് കേറ്ററേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. നേരത്തെ തന്നെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ ലഭ്യതയിൽ ബുദ്ധിമുട്ടുകളുണ്ട്. വിവാഹ സീസൺ ആയതിനാൽ നിരവധി ഓർഡറുകൾ ലഭിക്കുന്ന സമയത്താണ് താങ്ങാനാകാത്ത ഭാരം ഈ മേഖലയെ ബാധിക്കുന്നത്. പാചകവാതകത്തിനൊപ്പം അരി, എണ്ണ, പച്ചക്കറി, മാംസം, മസാല സാധനങ്ങൾ എന്നിവയ്ക്കും വില വർദ്ധിച്ചു. ഗതാഗത ചിലവും കൂടി. ഈ സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് കാറ്ററേഴ്സ് അസോസിയേഷൻ. ഈ മാസം 10-ന് അടുക്കളകൾ അടച്ച് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ബാലൻ കല്യാണി, തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM ഷമീർ, വർക്കിംഗ് സെക്രട്ടറി സുനിൽ കുമാർ, ട്രഷറർ അബ്ദുൾ അസീസ് എന്നിവർ അറിയിച്ചു. ഈ മാസം 6-ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. TCV തൃശൂർ. തൃശൂരിലെ കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു. പരിശീലനത്തിൽ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർക്ക് സംസ്ഥാന പോലീസ് മേധാവി ട്രോഫികൾ സമ്മാനിച്ചു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ CP അജിത് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. അക്കാദമി ഡയറക്ടർ സേതുരാമൻ സന്നിധനായിരുന്നു. 60 പേരാണ് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമായത്. Honor to the esteemed guests. ഏറ്റെടുക്കുന്ന ഭാവി ചുമതലകളിലെല്ലാം വിജയം നേടിക്കൊണ്ട് അവർ ഈ സമൂഹത്തിൽ മാതൃകാപരമായ സ്വാധീനം ചെലുത്തട്ടെ. ഈ വിശേഷ അവസരത്തിൽ ഉയരട്ടെ. നിങ്ങളുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചത് സർവകലാശാലകളുടെ ചാൻസലർ പദവി വഹിക്കുന്ന ഗവർണർമാരാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. RSSന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് അവർ ഈ നിലപാട് സ്വീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു.
ഓൾ കേരള പ്രൈവറ്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ 11ാം സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർവകലാശാലകളുടെ ഭരണനിർവഹണത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഒരു അധികാരവുമില്ലെന്ന നിലപാടാണ് UGC സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ KK അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. അംഹ സാരഥി ഡോക്ടർ P ഭാനുമതിയെ ചടങ്ങിൽ ആദരിച്ചു. മേഖലാ സെക്രട്ടറിമാരായ ഡോക്ടർ വാസുദേവൻ പിള്ള, പ്രൊഫസർ PG സുകുമാരൻ നായർ, സംഘടനാ ജനറൽ സെക്രട്ടറി TN വെങ്കിടേശ്വരൻ, കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ K പ്രദീപ് കുമാർ, പ്രൊഫസർ KM ഗീത തുടങ്ങിയവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ മരണാനന്തര ധനസഹായമായ 5 ലക്ഷം രൂപ സമിതി ചാലക്കുടി ഏരിയ വൈസ് പ്രസിഡന്റായിരുന്ന കോളിൻസ് പോളിന്റെ കുടുംബത്തിന് കൈമാറി. സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് തെക്കേതല ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി മിത്ര തൃശൂർ ജില്ലാ കോർഡിനേറ്റർ ലതീഷ് നാരായണൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PS സന്തോഷ്, സമിതി കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ, TB സുരേഷ് കുമാർ, CK വിൻസൻ, രാജഗോപാൽ, ബാബു തോമസ്, AK പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. നീ പോകുന്നതിന് മുമ്പ് ആ കേബിളൊന്ന് ശരിയാക്കിയിട്ട് പോണേ. ഇന്ന് എല്ലാരും ഉണ്ടല്ലോ ഒരുമിച്ച് സിനിമ കണക്റ്റായി. കണക്ട് ആകൂ, ലഹരിയോട് ഡിസ്കണക്ട് ആകൂ. കേരള വിഷൻ. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ കല്യാണ സൽക്കാരത്തിനിടെ കൂട്ടത്തല്ല്, നിരവധി പേർക്ക് പരിക്കേറ്റു. ആനാപ്പുഴ പാലിയൻതുരുത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. അയൽവാസികൾ തമ്മിലുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന. പാത്രങ്ങൾ കൊണ്ടുള്ള ഏറിൽ ഒരു കുട്ടി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി 4ാം ഉത്സവ ദിവസം രാവിലെ നടന്ന ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. ബാസ്റ്റ്യൻ വിനയസുന്ദർ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. പല്ലാട്ട് ബ്രഹ്മദത്തനും കുട്ടൻ അർജുനനും കൂട്ടാനകളായി. പെരുവന്നം സതീശന്മാരുടെ നേതൃത്വത്തിലുള്ള 100ഓളം കലാകാരന്മാരുടെ പഞ്ചാരിമേളം 4ാം ഉത്സവത്തിന് മാറ്റേകി. വൈകിട്ട് ക്ഷേത്രത്തിൽ വിളക്കാഘോഷം നടക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തുമുള്ള വേദിയിൽ നിരവധി കലാപരിപാടികളും അരങ്ങേറും. വേലൂർ 9ാം വാർഡ് വെങ്ങിലിശ്ശേരിയിൽ വീട്ടിൽ മൂർഖൻ പാമ്പിനെ കണ്ടെത്തി. ഒലക്കേങ്കിൽ ആനമുട്ടി ഷീല ബെനഡിക്റ്റിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തുള്ള ചായ്പിലാണ് പാമ്പിനെ കണ്ടത്. നായ കുരയ്ക്കുന്നത് കേട്ട് വീട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് പാമ്പിനെ കണ്ടത്. വാർഡ് മെമ്പർ ബദുൽ സൈമണിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ ഫോഴ്സ് അംഗം അഷ്റഫ് പഴവൂർ പാമ്പിനെ പിടികൂടി വനം വകുപ്പിന് കൈമാറി.
4.5 പതിറ്റാണ്ടായി തൊഴിലാളികളുടെ നേതാവായി പ്രവർത്തിക്കുന്ന എരുമപ്പെട്ടിയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് TK ദേവസിയുടെ 90ാമത് ജന്മദിനം എരുമപ്പെട്ടിയിലെ INTUC ചുമട്ടുതൊഴിലാളികളുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. യൂണിയന്റെ വാർഷിക പൊതുയോഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിച്ചത്. യൂണിയൻ രൂപീകരിച്ച 1980 മുതൽ 45 വർഷം അദ്ദേഹം യൂണിയന്റെ പ്രസിഡന്റായിരുന്നു. യൂണിയന്റെ വാർഷിക പൊതുയോഗം യൂണിറ്റ് പ്രസിഡന്റ് TK ദേവസി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PS സുനീഷ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MC ഐജു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM നിഷാദ്, INTUC മണ്ഡലം പ്രസിഡന്റ് സുന്ദരൻ ചിറ്റണ്ട, MM സിറാജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ മെയ് ദിനാചരണവും KJU 26ാം സ്ഥാപക ദിനാചരണവും നടത്തി. KJU സംസ്ഥാന സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TG സുന്ദർലാൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് വവേലി, സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് താടിക്കാരൻ, ജില്ലാ സെക്രട്ടറി സ്റ്റാൻലി K സാമുവൽ, ജില്ലാ ട്രഷറർ NP ഉദയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് KR മധു, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അബ്ബാസ് വീരാവുണ്ണി, EC അനിൽ എന്നിവർ സംസാരിച്ചു. എക്സിറ്റ് പോളുകൾക്ക് കൽപ്പിക്കുന്നില്ലെന്ന UR പ്രദീപ് MLA. ഇടതുമുന്നണി ഇത്തരം പ്രവചനങ്ങളെ ഗൗരവമായി കാണുന്നില്ലെന്നും UR പ്രദീപ് പ്രതികരിച്ചു. 2016-ൽ താൻ പരാജയപ്പെടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ജനം തള്ളിയ ചരിത്രമുണ്ട്. 2021-ൽ ഭരണ തുടർച്ച ഉണ്ടാകില്ലെന്ന പ്രവചനങ്ങളെയും ജനവിധി അതിജീവിച്ചു. കേരളത്തിൽ 3ാം LDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും UR പ്രദീപ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 49 വർഷമായി സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ മുന്നിട്ട് നിൽക്കുന്ന വിക്ടറി ITIയുടെ സ്ഥാപകനും കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖനുമായിരുന്ന R ഗണേഷ് മാസ്റ്ററുടെ 23ാം അനുസ്മരണം സംഘടിപ്പിച്ചു. ഒല്ലൂക്കര വിക്ടറി ITIയിൽ ചേർന്ന ചടങ്ങിൽ മന്ത്രി K രാജൻ ഗണേഷ് മാസ്റ്ററുടെ സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അദ്ദേഹം അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. വിക്ടറി ITIയുടെ സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കുള്ള സാനിറ്ററി കിറ്റുകൾ പട്ടിക്കാട് സ്നേഹാലയത്തിലെ അന്തേവാസികൾക്ക് നൽകുന്നതിനായി സ്നേഹാലയം ഇൻചാർജുമാരായ പോളി പീറ്റർ എന്നിവർക്ക് കൈമാറി. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർമാരായ ശ്യാമള മുരളീധരൻ, K ഗോപാലകൃഷ്ണൻ, വിക്ടറി ITI മാനേജിംഗ് ഡയറക്ടർ പ്രശാന്ത് മേനോൻ, സംഘാടക സമിതി ചെയർമാൻ P രാമചന്ദ്രൻ, ഷൈനി ഗണേഷ്, ഹരിത പ്രശാന്ത് തുടങ്ങിയവർ സംസാരിച്ചു. വിക്ടറി കുടുംബാംഗങ്ങൾ, പൊതുപ്രവർത്തകർ, നാട്ടുകാർ, വിക്ടറി ITI ഒല്ലൂക്കര, തൃശൂർ ടൗൺ, ഇരിങ്ങാലക്കുട, എടപ്പാൾ എന്നിവിടങ്ങളിലെ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവരും സംബന്ധിച്ചു. മച്ചാട് പള്ളി കാര്യാട് സെന്റ് സെബാസ്റ്റ്യൻ കുടുംബ കൂട്ടായ്മ വാർഷികം ഇടവക വികാരി ഫാദർ ജോജോ എടത്തുരുത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് CU വിൻഡോ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി റൈനി ആന്റണി, ട്രഷറർ വിൻസൻ അറയ്ക്കൽ, സിസ്റ്റർ കാതറിൽ, സിസ്റ്റർ ജിൻസി മരിയ തുടങ്ങിയവർ സംസാരിച്ചു. അപൂർവ അമ്പലങ്ങളിൽ മാത്രം നടത്തുന്ന ചന്ദ്രപ്പൊങ്കാല മഹോത്സവത്തിന് മുള്ളൂർക്കര ഇരുനിലംകോട് മഹാദേവ ക്ഷേത്രം വേദിയായി. ശാന്തി രാജീവ് പൂജ ചെയ്ത ഭദ്രദീപം ക്ഷേത്രത്തിൽ നിന്ന് ഭാരവാഹികളുടെയും മറ്റ് നേതൃത്വത്തിൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്തെത്തിച്ചു. തുടർന്ന് മുള്ളൂർക്കര UP സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീജ ശങ്കർ പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ട്രഷറർ VK ശിവദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെയും സമീപ പ്രദേശങ്ങളിലെയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും നൽകുക എന്ന ലക്ഷ്യത്തോടെ ചെറുതുരുത്തി കേന്ദ്രീകരിച്ച് സ്പേസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ PM അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. കേരള വഖഫ് ബോർഡ് ചെയർമാൻ KS ഹംസ, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി, രക്ഷാധികാരി KK മുരളീധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, ചെറുതുരുത്തി CI രാജേന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന തിരുകർമ്മങ്ങൾക്ക് ഫാദർ പ്രകാശ് പുത്തൂർ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പും വളയും ആശീർവദിച്ചു നൽകി. കൈകാര്യന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേതല, ജോഷി നീലങ്കാവിൽ, തിരുനാൾ ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,10,680 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM Golden Diamonds, manufacturers and wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ജനവിധി അറിയാൻ മണിക്കൂറുകൾ എണ്ണി കാത്തിരിപ്പ്. വോട്ടെണ്ണൽ തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് ആരംഭിക്കും. ജില്ലയിലെ മുന്നണി ക്യാമ്പുകൾ ആത്മവിശ്വാസത്തിൽ. ചാവക്കാട് മേഖലയിൽ ശക്തമായ ഇടിമിന്നൽ. മിന്നലേറ്റ് വീടിന്റെ ചുമര് തകർന്നു. മുൻ നഗരസഭാ കൗൺസിലർ അടക്കം 3 പേർക്ക് പരിക്ക്. ഒരുമനയൂരിൽ ഹോട്ടൽ കത്തിനശിച്ചു. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. മണ്ണുത്തി മുക്കാട്ടുകരയിൽ രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽ. പെട്രോളിനും ഡീസലിനും ഗാർഹിക LPG സിലിണ്ടറിനും വില ഉയരുമെന്ന് സൂചന. പെട്രോൾ ഡീസൽ വില 5 രൂപ വരെ വർദ്ധിച്ചേക്കും. LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ വർദ്ധിക്കുമെന്ന സൂചന. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.